ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താണ് കുറേ കുപ്പികളിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? ഒരു ട്രിപ്പ് പോകാനുള്ള ഒരുക്കാണ് കേട്ടോ. ട്രിപ്പ് തീരുമാനിച്ചാൽ പിന്നെ ആദ്യം ചെയ്യുന്ന പണിയാണ് നല്ല ശുദ്ധമായ വെള്ളം കുപ്പികളിൽ നിറക്കുക എന്നുള്ളത്. പുറത്ത് പോയാൽ നല്ല വെള്ളം കിട്ടൂല എന്നുള്ളത് മസ്റ്റാണ്. എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകുമ്പോൾ തലേ ദിവസം വീട്ടിൽ കൂടി നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ച് അതിരാവിലെ പുറപ്പെടാറാണ് പതിവ്. ഇന്നും ആ പതിവ് തെറ്റിച്ചില്ല. നെയ്ച്ചോറും ചിക്കനും കഴിച്ച് ഞങ്ങൾ ട്രിപ്പിന് വേണ്ടിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ഉമ്മ ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ള ദോശ ഒരു കുന്നോളം ചുട്ട് കൂട്ടിയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കടൽക്കറിയും റെഡിയാക്കിയിരുന്നു. ചിക്കൻ ബാക്കി വന്നത് കടൽക്കറിയിൽ ഒഴിച്ചപ്പോൾ കറി അങ്ങ് ഉഷാറായി. എന്നാലും അതിരാവിലെ തന്നെയാണല്ലോ പോകുന്നത്. ഒരു ഉന്മേഷത്തിന് കട്ടൻ ചായ നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടൻ ചായ ഞങ്ങൾ കരുതിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അതിരാവിലെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കിലായിരുന്നു. മിരുമോൾക്ക് വിശന്നപ്പോൾ അവൾ തിരക്കൂട്ടിയപ്പോഴാണ് എല്ലാവരും ഉണർന്നത്. അപ്പോഴേക്കും സൂര്യൻ അങ്ങ് ഉദിച്ചുയർന്നിരുന്നു കേട്ടോ. മിരുമോൾക്ക് വിശന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. അവളുടെ കുറുമ്പിളകിയാൽ പിന്നെ പണിയായി തന്നെ. അതറിയോണ്ട് തന്നെ മാനിപ്പ് കിട്ടിയ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി സൈഡാക്കി. അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരുടെയും അടുത്തുനിന്ന് ഓരോ വായ ദോശ വാങ്ങിയപ്പോഴേക്കും അവളുടെ ഫുള്ളായി. അപ്പോഴാണ് മാനിപ്പം നല്ല പാൽച്ചായയും വടയും അടുത്തൊരു തട്ടുകടയിൽ നിന്ന് കൊണ്ടുവന്നത്. ചെറിയ അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വടയുടെ ചരിത്രം പറഞ്ഞ് ആപ്പ അവളെ കളിയാക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ട്രിപ്പ് എങ്ങോട്ടെന്ന് അറിയണ്ടേ? ഓൺ വോയിസിൽ കേൾക്കാം. ഇന്ന് ഞങ്ങൾ വികാനന്ദിക്ക് യാത്രയാണ്. ചായ കുടിയാണ്. ചായ വട ചൂടില്ല വട വടത്തോളി. എല്ലാവർക്കും ചായയുടെ കൂടെ വടയും കൂടി കിട്ടിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉഷാറായി. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് തട്ടിയതോടെ എല്ലാവരും ഡബിൾ ഓക്കെ. പിന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് തുള്ളി കളിച്ചുകൊണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് അണ്ടാശ്ശേരി കളിച്ചാലോ എന്നൊരു അഭിപ്രായം വന്നത്. അത് നല്ല രസമായിരുന്നു. പല പല കോമഡികളൊക്കെ ആയിട്ട് വീഗാലാൻഡ് എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അതൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ വണ്ടർല എത്തിയിട്ടോ. പാട്ടിന്റെ രസത്തിൽ എൻട്രി ഗേറ്റ് ഒന്നും കണ്ടില്ല. പിന്നീട് ഒരു പാച്ചിലായിരുന്നു പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടാൻ പ്രയാസമാവും. പിന്നെ ഞങ്ങൾ 9 മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്യാൻ പറ്റി. ഇതിനിടയ്ക്ക് കുട്ടികൾ ആപ്പാനോട് ഏതിലെല്ലാം കയറുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആപ്പാന്റെ അഭിപ്രായം പിന്നെ ഞങ്ങളെല്ലാവരും എൻട്രി നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ ട്രിപ്പ് ഫെബ്രുവരി 15-ാം തീയതിയാണ് കേട്ടോ പോയത്. ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ ഓഫർ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. മോന് ടിക്കറ്റ് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ 1350 രൂപയായിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് 1900-ന് മുകളിൽ വരും. മൊഫിക്ക് കയറാനുള്ള ആവേശത്തിലാണ് കേട്ടോ. പിയുടെ വോയിസ് കൂടി നമുക്ക് കേൾക്കാം. ഞങ്ങളെത്തിയപ്പോൾ എൻട്രി തുറക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ജേഴ്സി ടീഷർട്ടും പാൻറ്റും കരുതുന്നത് നല്ലതാണ് കേട്ടോ. ടീഷർട്ട് പോലും റേറ്റ്സിനും വെള്ളത്തിലൊന്നും അവൈലബിൾ അല്ല. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങൾ ചിലതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷെ കൊല്ലുന്ന റേറ്റാണ്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വന്നു കേട്ടോ. അപ്പോഴേക്കും എൻട്രി ഗേറ്റിന് മുന്നിൽ നീണ്ടൊരു വരി നിറഞ്ഞ് കവിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും മോനെ നേരത്തെ തന്നെ മുന്നിൽ വരി പിടിച്ചതുകൊണ്ട് അധികം വൈകാതെ കയറാൻ പറ്റി. കുട്ടികൾക്ക് റൈഡിൽ കയറേണ്ട തിരക്കായിരുന്നു കേട്ടോ. അവർ ഞങ്ങളെ ഒന്നും കാത്തു നിൽക്കാതെ ഓടാണ് കേട്ടോ. അവരുടെ കൂടെ ഓടാൻ ശ്രമിച്ചാൽ എന്തായാലും നമ്മൾ എത്തൂല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അവരെ 6 പേരെയും പിന്നെ നോക്കാൻ നിന്നില്ല. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ മാത്രമാണ് അവരെ കണ്ടത്. പിന്നെ പോരുമ്പോഴാണ് അവരെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോസ് ഒന്നും എടുക്കാനും പറ്റി. അവരുടെ ലക്ഷ്യം വണ്ടർലയിലെ എല്ലാ റൈഡും കയറണമെന്നായിരുന്നു അത്രേ. അതൊരു വിധം അവരൊപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളും കയറി മുതലാക്കി. അപ്പം പിന്നെ വേറെ വൈബാണ് കേട്ടോ. മാനിപ്പാനും കൂട്ടി ഒരു റൈഡ് ഒഴിവാക്കിയിട്ടില്ല. മുകളിലാണ് കേട്ടോ റൈഡ്സൊക്കെ. താഴെ പൂളും വെള്ളം കൊണ്ടുള്ള റൈഡ്സൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ മുകളിലാണ് ആദ്യം പോയത്. ആദ്യം എല്ലാം ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ.
ഇവിടുത്തെ ഏറ്റവും വലിയ റൈഡാണ് റോളർ കോസ്റ്റർ. അതിൽ ഞങ്ങൾക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, കാരണം വന്നതിൻ്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പി ആപ്പയും കേട്ടോ. രണ്ടാളും നല്ല ഇൻട്രസ്റ്റിലാണെന്ന് തോന്നുന്നില്ല വരുന്നത് കണ്ടാൽ. ആ പഠിച്ചു പൊളിച്ചു കേട്ടോ. പക്ഷേ പീപ്പ് റൈഡ്സൊക്കെ കണ്ടതോടെ ഓളെ കിളിപ്പോയി. പിന്നെ ഓളൊന്നിനും കയറിയില്ല. എന്നാലും ചില റൈഡ്സിലൊക്കെ ഓളെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇവരുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ തരും. എന്നാൽ നമുക്ക് റൈഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താലോ. ആപ്പ കണ്ടില്ലേ ഗൈസ്, എല്ലാത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ ഗൈഡായിരുന്നു ആപ്പ. റൈഡ്സൊക്കെ തലകുത്തി നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എൻജോയ് ചെയ്തു. എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും കയറുമ്പോൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും പൈസ കൊടുത്തത് മുതലാക്കണമല്ലോ. ഞാൻ എല്ലാറ്റിലും കയറി. പിന്നെ ഞങ്ങൾ ഇതിലാണ് കേട്ടോ കയറിയത്. എന്തായാലും ആപ്പന്നെ ഉണ്ടായിരുന്നു മുന്നിൽ. പി ചെറിയ അവിടെ നോക്കി നിൽക്കുകയാണ്. ഓല് കുറേ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓലൊന്നും വന്നില്ല. ശരിക്കാണെങ്കിൽ പിന്നെ ടൂറ് പോയി കുഴങ്ങിയ ക്ഷീണത്തിലാണ്. ഓൾക്ക് പനിയാണ്, അതുകൊണ്ട് ഓളൊന്നിലും ഉണ്ടായിരുന്നില്ല. എന്നും ഓളായിരുന്നു മുന്നിൽ. ഇന്നെന്തായാലും ഞാൻ അങ്ങോട്ട് കയറി മുതലാക്കി. ഇത് കണ്ടാൽ സിമ്പിളാണെങ്കിലും പറയണം പോലല്ല കേട്ടോ. മേലെന്ന് താഴത്തേക്ക് ഇടലുണ്ട്, അത് വല്ലാത്തൊരു ഇടൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾ കയറിയത് പ്ലെയിനിലാണ് കേട്ടോ. ഇത് പിന്നെ നല്ല രസമായിരുന്നു. തല കുത്തി മറിച്ചും കൊണ്ടാണ് പ്ലെയിനിൽ പോകുന്നത്. എല്ലാതും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഒന്നും ഒഴിവാക്കിയില്ല, ഒക്കെ കയറി മുതലാക്കി. അടുത്ത ഞങ്ങൾ കയറിയ റൈഡാണ് കേട്ടോ ഇത് വല്ലാത്ത റൈഡ് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പീപ്പിന് കയറ്റിയിരുന്നു കേട്ടോ. ഓൾ എന്തായാലും ഇത് പിടിച്ച് കയറ്റി. പക്ഷേ ഇതിൽ കയറ്റേണ്ടിന്നില്ലാന്ന് പിന്നീട് തോന്നിയത്. ഇത് തല കൊത്തി മറിച്ച് ഒരു 10-25 പ്രാവശ്യമെങ്കിലും ഇത് മറിക്കണുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ഈ വണ്ടർലയിൽ എനിക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന റൈഡായി തോന്നിയ ഇതാണ്. ഇത് നമ്മൾ കൈവിട്ട് പോയാൽ കഴിഞ്ഞു. പക്ഷേ അവരുടെ സേഫ്റ്റി ഭയങ്കര എന്താ പറയുക, പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം നല്ല സേഫ്റ്റിയിലാണ് അവർ നമ്മൾ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കയറിയ റൈഡാണ് കേട്ടോ ഇത് പിന്നെ അത്ര പേടിക്കാനൊന്നുമില്ല. വെറുതെ ഒന്ന് ഇരുന്ന് കൊടുത്ത് നമ്മളിങ്ങനെ സുഖിപ്പിച്ച് ഇങ്ങനെ ഇറക്കി വിടും, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോരുമ്പോഴാണ് കേട്ടോ കുറേ മണ്ണുകൊണ്ടൊരു പുറ്റ് കാട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് എന്താ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ച ഒരു എന്താ പറയുക, ഒരു കടന്നൽ, ഒരു തുമ്പി എന്ന് പറയാം. ആ തുമ്പി ഇങ്ങനെ ഒരു കാട്ടിലൂടെ ഏതൊക്കെയോ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങനെ പോയി വരാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇതിലൊന്ന് കയറിയാലോ. അങ്ങനെ ഞങ്ങളും കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ പോയത് വാട്ടർ പൂളിലുള്ളൊരു റൈഡിലാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നു. അത് 4 ആൾക്ക് നമുക്ക് ഇരിക്കാം. അത് അവരിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ പൂളിലേക്ക് അങ്ങോട്ട് സ്പീഡിൽ പോകുമ്പോൾ വെള്ളമൊക്കെ തെറിച്ചിട്ട്, അത് നമ്മൾ വണ്ടർലാൻ്റെ പരസ്യത്തിലൊക്കെ അത് മെയിനായിട്ട് കാണുന്ന റൈഡാണ്. അത് പിന്നെ സ്പീഡിൽ വന്ന് വെള്ളത്തേക്ക് വീണുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അതെ, പിന്നെ നമ്മൾ മുഴുവനായിട്ട് നനഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിങ്ങനെ പോയി. ഞങ്ങൾക്ക് കൂടുതൽ റൈഡൊന്നും കയറാൻ പറ്റില്ലല്ലേ, കാരണം ഓരോ റൈഡ് കയറാൻ തന്നെ ഒരുപാട് വരിയാണ്. എന്നാലും കുറേയൊക്കെ കയറി ഞങ്ങൾ. പിന്നെ 3 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടി അവിടെയുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോരുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പൂളൊക്കെ ഇങ്ങനെ അടിയിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. 3 മണിയായപ്പോൾ മക്കളും എന്തായാലും റെസ്റ്റോറൻറ്റിൽ എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻ്റ് ഉള്ളത്. നമുക്ക് വേണ്ട ഫുഡ് അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയത് അവിടുത്തെ വേവ് പൂളുണ്ട്, അവിടേക്കാണ്. അത് ഓരോ ടൈമിനാണ് നമുക്ക് വേവ്സ് വരിക. അങ്ങനെ അതിന് വേണ്ടി ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിലൊക്കെ കുറച്ച് നേരം വേവ്സൊക്കെ വന്നപ്പോൾ ഒരുപാട് കളിച്ച് അങ്ങനെ. പിന്നെ വെള്ളത്തിൻ്റെ ഇതിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. മക്കളെല്ലാത്തിലും കയറിക്കണം. അവരുള്ള ടൈം കൊണ്ട് എല്ലാത്തിലും അടിച്ച് പൊളിച്ച് തന്നെയാണ് മുതലാക്കിയിട്ട് തന്നെ അവർ പോയി നിൽക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുഫീനെയും റഷ്മോളും ഇവിടെ നിന്ന് കണ്ടുമുട്ടി. അവരിതാ എന്തൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല എൻജോയ് ആയിരുന്നു. 7 മണി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ക്ലോസ് ചെയ്തിട്ടോ. അതോടെ എല്ലാവരും കെട്ടിപ്പെറുക്കി പാക്ക് ചെയ്ത് തിരിച്ച് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ.
അപ്പോൾ ഓക്കെ, ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.